ഏതൊരാളുടെയും മനസ്സിൽ പെടുന്ന ഒരു സംഭവമാണ്. ഇവിടെ വന്നാൽ നമുക്ക് പോകാനോ അല്ലെങ്കിൽ ഇവിടുന്ന് മാറി നിൽക്കാനോ ഒന്നും പറ്റില്ല. പിന്നെ ഇതിനു മുമ്പ് നമ്മളോട് വരുന്നത് ജസ്റ്റ് ഒരു പാടശേഖരമായിരുന്നു. ഇന്നെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ ഒരു സ്ഥലം. നമ്മൾ ശരിക്കും മൺസൂൺ സമയത്ത് കൂടെ വരികയാണെങ്കിൽ ഭംഗി പറഞ്ഞാൽ ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നാട്ടിൽ വെക്കേഷന് വന്നപ്പോൾ പാലക്കാട് കൊല്ലങ്കോട് ഏരിയ ഞങ്ങളൊന്ന് കറങ്ങാനിടയായി. അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൊല്ലങ്കോട് വന്നിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു പാടശേഖരം മാത്രമായിരുന്നു ഈ ഭാഗം. ഇന്നിതൊരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാക്കി മാറ്റി. ഇവരിവിടെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. നടക്കാനുള്ള നടപ്പാത, ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങൾ, പിന്നെ ഫോട്ടോ എടുക്കാനുള്ള നല്ല നല്ല പ്രത്യേക രീതിയിൽ വെച്ചാണ് കുറച്ച് സംഭവങ്ങൾ. പിന്നെ ഒരു സൈഡിൽ ആനയുണ്ട്. അങ്ങനെ വളരെ മനോഹരമാക്കിയിരിക്കുന്നു ഈ ഏരിയ. അതുപോലെ തന്നെ നല്ല തിരക്കുമാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം തന്നെയാണ്. പാടശേഖരങ്ങളും അതിൻ്റെ പുറകിലുള്ള വലിയ മലകളും ചെറിയ കോടയും, അങ്ങനെ വളരെ മനോഹരമായ ഒരു സ്ഥലം. വളരെ നല്ല മനോഹരമായ സ്ഥലമാണ്. നമ്മുടെ മനസ്സിന് എപ്പോഴും ശാന്തതയും നല്ലൊരു സമാധാനം കിട്ടുന്നൊരു നല്ലൊരു ഏരിയയാണത്. നല്ലൊരു നമുക്ക് തന്നെ റിലാക്സേഷന് പറ്റിയൊരു ഏരിയയാണത്. ഈ മനോഹരമായ സ്ഥലങ്ങളിലൂടെയൊക്കെ നടക്കുവാൻ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. കാരണം ഭയങ്കര റിലാക്സേഷനാണ്. പ്രകൃതി സൗന്ദര്യങ്ങളൊക്കെ ആസ്വദിച്ച് എന്ത് രസകരമായ സ്ഥലം. ബെന്നി ഇവിടെ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ബെന്നി ഇതിനു മുമ്പ് നമ്മളോട് വരുന്നത് ജസ്റ്റ് ഒരു പാടശേഖരമായിരുന്നു. ഇന്നെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ ഒരു സ്ഥലം. നമ്മുടെ ഈ വരമ്പുകളൊക്കെ ഒരു കുറച്ച് വീതി കൂട്ടി. പിന്നെ കാര്യമായിട്ട് നമുക്ക് ഇവിടെ ഇവർക്കൊന്നും ചെയ്യാനില്ല. ഇത് അത്രയ്ക്ക് പ്രകൃതി ഭംഗി ഉള്ള സ്ഥലമാണ്. അതിന്റെ സൈഡ് കണ്ടോ, മനോഹരമായ വലിയ മല. അതുപോലെ പാലക്കാട് എന്ന് പറഞ്ഞാൽ എന്ത് ആ പഴമ അതുപോലെ തന്നെ നിലനിർത്തി, അതല്ലെങ്കിൽ അതുപോലെ തന്നെ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മളിപ്പോൾ ഒരു 30-40 വർഷം പിറകിലേക്ക് പോവുകയാണെങ്കിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ കാണുന്ന മലയിൽ നിന്നൊക്കെ ചെറിയ ചെറിയ അരുവികളായിട്ട് വെള്ളച്ചാട്ടങ്ങളായിരിക്കും. നമ്മൾ ശരിക്കും മൺസൂൺ സമയത്തൊക്കെ ഇവിടെ വരികയാണെങ്കിൽ ഇതിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾ ഈ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഞങ്ങളിവിടെ ചോദിച്ച് മനസ്സിലാക്കിയത് ഈ പാടശേഖരത്തിൻ്റെ ഓണേഴ്സ് തന്നെയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഇത് ഭയങ്കര, അതായത് ഈ പാടശേഖരങ്ങൾ പലതും പലരില്ല. ഒരുപാട് ഫാമിലീസ് എല്ലാം വന്ന് പോകുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയത് ഇവിടെ ടൂറിസ്റ്റുകൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ള ഈ പാടശേഖരമാണ്. അത് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി പല തരത്തിൽ അവർ പല രീതിയിൽ നല്ല ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തേക്കാണ് ഈ പാടങ്ങളിൽ. ലൈറ്റുകൾ, അതുപോലെ തന്നെ ആന, എന്ത് പറഞ്ഞു, ഈ കാണുന്നതൊക്കെ എന്ത് രസകരമായിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞങ്ങളിപ്പോൾ വന്നേക്കണ സമയം ഒത്തിരി ആളുകൾ വരുന്നൊരു സമയമല്ല, എന്നിട്ട് പോലും ധാരാളം ആളുകൾ ഇവിടെ കാണാം. ഒരു കാര്യം പറയാൻ പറ്റും, ഏത് മൈൻഡോടുകൂടി എങ്ങനെയുള്ള ഇടത്ത് എത്തിപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതിലേതെങ്കിലും ഒരു കാര്യം ഇവിടെ ഏതൊരാളുടെയും മനസ്സിൽ പെടുന്ന ഒരു സംഭവമാണ്. ഇവിടെ വന്നാൽ നമുക്ക് പോകാനോ അല്ലെങ്കിൽ ഇവിടുന്ന് മാറി നിൽക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ പോണോ എന്ത് ചെയ്യാൻ പോകാമെന്നും പറഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇവിടുന്ന് വിട്ടുപോകാൻ പറ്റാത്ത ഒരു ചെറിയ ഇളം കാറ്റും നിങ്ങളിത് കണ്ടു തന്നെ അറിയണം. എന്തൊക്കെയുള്ള പിന്നെയോ മാങ്ങയുണ്ടോ? മാങ്ങ തീർന്നു. ഇതിന് എത്ര രൂപ? 20 രൂപ. ഞങ്ങൾ അവിടെ നിന്ന് പാലക്കാട് കൊല്ലങ്കോട് ചിങ്ങഞ്ചിറ കുറപ്പസ്വാമി ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ പോയി. എന്ത് രസമാണ് ഇവിടെ കാണാൻ. ഈ മരങ്ങളിൽ നിന്നെല്ലാം വേരുകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് പോലെ ഭയങ്കര രസകരമായിട്ടുള്ള സ്ഥലം. ഈ ക്ഷേത്രത്തിനും ഒരു പ്രത്യേകതയുണ്ട്. കുരുതി കൊടുക്കൽ ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങ്. ആട്, കോഴി ഇവിടെ തന്നെ കുരുതി കൊടുത്ത് ഇവിടെ തന്നെ അത് ഭക്ഷണം കഴിച്ച് ഇവിടെ നിന്ന് പിരിയുന്നു. ഓരോ ആവശ്യങ്ങൾക്കായിട്ടുള്ള ഓരോ നേർച്ചകളാണ് ഇവിടെ ഇതുപോലെ നടത്തുന്നത്. പിന്നെ അതുമാത്രമല്ല, ഒടിയൻ,
അങ്ങനെ ഒരുപാട് മൂവികളും ഈ സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായ സ്ഥലം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചായക്കട ഞാനിവിടെ കണ്ടു. ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ള ഒരു ചായക്കട. അത് അതേ തനിമയിൽ കീപ്പ് ചെയ്തേക്കണു. അവിടെ ഇരുന്ന് ചായ കുടിക്കാൻ ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. എന്തായാലും ഈ ഭാഗത്ത് ഒരിക്കൽ കൂടി വരണം. കാരണം ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ചെറിയ ഒരു കറക്കായിരുന്നു ഞങ്ങളുടെ. അതുകൊണ്ട് അധികം സമയം കിട്ടില്ല. എന്തായാലും വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇവിടെ വരണം. ഇതൊക്കെ കണ്ടപ്പോൾ ചെറിയൊരു വീഡിയോ അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്ത വീഡിയോ ആണത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.